ഈ സീസണിലെ ഏറ്റവും വലിയ കണ്ടന്റ് ജാസ്മിൻ ഗബ്രി കോംബോയാണ്. ഷോ ആരംഭിച്ച ദിവസം മുതൽ ഈ കോംബോ തന്നെയായിരുന്നു ഈ സീസണിൻ്റെ അട്രാക്ഷനും. മറ്റ് കണ്ടന്റുകളൊന്നും അധികമില്ലാതിരുന്നതുകൊണ്ട് ഏഷ്യാനെറ്റ് ഇവരുടെ കോംബോ മാക്സിമം പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ ശ്രമിച്ചു. ജാസ്മിൻ്റെ മോറൽ സൈഡ് വീക്കായിരുന്നതുകൊണ്ട് ഈ ഒരു കോംബോയെ പ്രേക്ഷകർ ഏറ്റെടുത്തത് നെഗറ്റീവ് സെൻസിലായിരുന്നു. പേളി ശ്രീനിഷിൻ്റേതുപോലെയോ മണിക്കുട്ടൻ സൂര്യയുടേതുപോലെയോ റോബിൻ ദിൽഷയുടെയൊക്കെ കോംബോ പോലെ പ്രേക്ഷകർ ഇത് ആവേശപൂർവ്വം ഏറ്റെടുത്തിട്ടില്ല. ഈ ഒരു കോംബോയുടെ വിഷയത്തിൽ ബിഗ് ബോസ് ഹൗസിന് വെളിയിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും ചെയ്തു. അതോടെ പ്രേക്ഷകർ ഇതിനെ നിഷ്കരണം തള്ളിക്കളയുകയും ചെയ്തു. എന്നാൽ ബിഗ് ബോസ് ആവട്ടെ ഇവരുടെ ഈ പ്രണയ സല്ലാപങ്ങൾക്ക് മാക്സിമം വഴിയൊരുക്കി കൊടുക്കുകയും വീക്കെൻഡ് എപ്പിസോഡുകളിലൊക്കെ ലാലേട്ടനിലൂടെ വലിയ പിന്തുണയും കൊടുക്കുകയും ചെയ്തു. ബിഗ് ബോസിൻ്റെ ഈ അകമഴിഞ്ഞുള്ള പിന്തുണ ഇവരുടെ പ്രണയ സല്ലാപങ്ങൾക്ക് ഊർജ്ജം പകരുകയും ചെയ്തു. എന്നാൽ ഇവരുടെ ഈ റിലേഷനിൽ ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഇത് സൗഹൃദമാണോ, പ്രണയമാണോ, അതോ മറ്റെന്തെങ്കിലുമാണോ, ഇതെന്താണെന്ന് ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ യാതൊരു ക്ലാരിറ്റിയുമില്ല. പക്ഷേ പ്രണയ സല്ലാപങ്ങൾക്ക് യാതൊരു കുറവുമില്ല. എന്നാൽ ഇവരെ വെച്ച ഈ സീസൺ ഓടിക്കാമെന്ന് കരുതിയിരുന്ന ബിഗ് ബോസ് ഇപ്പോൾ വെട്ടിലായി. കാരണം ഈ ഒരു കോംബോ ഇനി അധികാലം മുന്നോട്ട് തുടരുമോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമാണ്. ഗബ്രി ഏതാണ്ട് ഈ റിലേഷൻ ക്വിറ്റ് ചെയ്യുന്ന അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. ഇനി ഇവർ ഈ കോംബോ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒറ്റയ്ക്ക് കളിക്കാനാണ് സാധ്യത. പക്ഷേ അവരിങ്ങനെ ഒറ്റയ്ക്ക് കളിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകരവരെ ഇരുകൈ നീട്ടി സ്വീകരിക്കുമോ എന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ ബിഗ് ബോസ് ഹൗസ് കണ്ടന്റ് ക്ഷാമം കൊണ്ട് ആകെ തളർന്ന അവസ്ഥയിലാണ്. 50-ാം ദിവസമായിട്ടും വീട് നിറയെ ആളുകൾ നിൽക്കുകയാണ്. 18-19 പേർ ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിനുള്ളിലുണ്ട്. സിജോ മടങ്ങി വന്നെങ്കിലും അത്ര വലിയ പ്രതീക്ഷകളൊന്നും പ്രേക്ഷകർക്കില്ല. തീപ്പന്തമാകുമെന്നൊക്കെ പറഞ്ഞെങ്കിലും കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൗസിൽ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സിബിനെ പറഞ്ഞ് പുറത്തു വിടുകയും ചെയ്തു. ഇനി വിരസമായ ദിവസങ്ങളാവും പ്രേക്ഷകർക്ക് മുമ്പിൽ ഉണ്ടാവുക. ഇനി ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാമെന്നേ ഉള്ളൂ. ജാസ്മിൻ ഗബ്രി കോംബോയിൽ മാത്രം എന്തെങ്കിലുമൊക്കെ വിശ്വാസം അർപ്പിച്ച് കാത്തിരുന്ന ബിഗ് ബോസ് ഇപ്പോൾ ആകെ വെട്ടിലാകുകയും ചെയ്തു. കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ബിഗ് ബോസ്. ഇപ്പോൾ ബിഗ് ബോസ് ഹൗസ് ശാന്തം, സമാധാനം. പിന്നെ ഇത്തവണത്തെ സീസണിലെ കണ്ടസ്റ്റൻറ്റുകളൊക്കെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളുകളായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം. കണ്ണിൽ എണ്ണയൊഴിച്ച് നമുക്ക് കാത്തിരിക്കാം.